ഹായ് എല്ലാവർക്കും നമസ്കാരം. നൈജീരിയൻ ഡയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ റിഫൈനറി സ്റ്റാഫുകൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് സൈറ്റൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലുള്ള വിസിറ്റാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നൈജീരിയയിലെ പ്രകൃതി ഭംഗി, നൈജീരിയയുടെ സിറ്റി, ടൗൺ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകുന്നൊരു എസ്കോർട്ട് കൂടെയാണ്. കാരണം ഞങ്ങളുടെ കൂടെ എപ്പോഴും മിലിറ്ററി എസ്കോർട്ട് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കിഡ്നാപ്പിംഗ് ഇവിടെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത സേഫ്റ്റി പ്രിക്കോഷൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടിയുടെ കൂടെ തന്നെ എസ്കോർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടോ, നൈജീരിയയുടെ പുറത്തുള്ള വ്യൂസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരുപാട് ഡെവലപ്മെൻ്റൊക്കെ ഉള്ളൊരു കൺട്രി തന്നെയാണ് നൈജീരിയ. പക്ഷേ ഇവിടെ ആൾക്കാരുടെ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മതവിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥന കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ദാരിദ്ര്യം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ കിഡ്നാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫോറിനേഴ്സിനെ കിഡ്നാപ്പിംഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഞങ്ങൾക്കിവിടെ സേഫ്റ്റി എന്ന രീതിയിലാണ് ഞങ്ങൾക്ക് ഗാർഡ് വന്നിട്ടുള്ളത്. ഇവർ വിത്ത് ഗണ്ണൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെ മുൻപോട്ട് കാണുന്നതിന് നിങ്ങൾക്ക് ലൈറ്റൊക്കെ വെച്ച വണ്ടികൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എത്ര എസ്കോർട്ട് കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നൈജീരിയൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണാത്തവർ നിർബന്ധമായി നൈജീരിയൻ ഡയറീസിൻ്റെ മുന്നേയുള്ള വീഡിയോകൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ എത്ര എസ്കോർട്ടോടു കൂടിയാണ് പുറത്ത് പോകുന്നതെന്നും ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഇവിടെ എന്നുള്ളത്. പൊതുവെ ഞങ്ങൾ റിഫൈനറി സ്റ്റാഫുകളൊക്കെ മുന്നേ കൺട്രികളൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലുള്ള പ്രൊട്ടക്ഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നൈജീരിയ പെർട്ടിക്കുലർലി ഇതുപോലത്തുള്ള ഫെസിലിറ്റിയുടെ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഞങ്ങളുടെ ലൈഫ് അവിടെ ത്രെട്ടറില്ലാതെ നടന്നു പോകത്തുള്ളൂ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, മുന്നേ കാണുന്ന വണ്ടിയിലാണ് പോലീസ്, മിലിറ്ററി വിത്ത് ഗൺ, ദേ ആർ ആംഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഞങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി, കണ്ടോ എത്ര നല്ല ഭംഗിയായിട്ടാണ് നൈജീരിയ കണ്ടിട്ടുള്ളത്. സെയിം ആസ് ലൈക്ക് കേരളയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ പ്രകൃതി ഭംഗിയും നമുക്ക് നൈജീരിയയിലും കാണാൻ പറ്റും. ഇത് ഞങ്ങളുടെ കൂടെയുള്ള മറ്റുള്ള സ്റ്റാഫുകളാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്ത്യൻസ് 2 പേര് മാത്രമേ ഉള്ളൂ. കൂടുതലിവിടെ ഫിലിപ്പീൻസ് ആൻഡ് കൊറിയൻസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭാഷയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. കേട്ടോ, വളരെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുഡ് ഗ്രെയിൻസുകളും ഫുഡിൻ്റെ പ്രോഡക്റ്റുകളൊക്കെയാണ് കുറച്ച് കൂടുതലുള്ളത്. ഞങ്ങളിവിടെ ആക്ച്വലി വന്നിരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് നാളായിട്ട് ഭയങ്കരമായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിരിയാണി റൈസ്, ബസുമതി റൈസ് കിട്ടുമോ എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ കൂടുതലൊരു ഇന്ത്യക്കാരാണ് പുള്ളി. ഇതാ കണ്ടോ, അങ്ങനെ ഫൈനലി നമ്മൾ ബിരിയാണി റൈസ്, ബസുമതി റൈസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ മുന്നിലുള്ള വീഡിയോകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ ബിരിയാണി വെക്കുന്നത് കാണാൻ പറ്റും. ഞാൻ മുന്നേ ഓർക്കുന്നുണ്ടോ നിങ്ങൾ, ഇവിടെ പൈസ കൊടുക്കുക എന്നുള്ളത് വലിയൊരു ചടങ്ങാണ്. കാരണം വലിയ ബഞ്ച് ഓഫ് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ പേ ചെയ്യാൻ പറ്റൂ. കാരണം 2000, 4000, 1 lakh ഒക്കെയാണ് ഇവിടെ പ്രൈസ് വരിക. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത്. നമ്മുടെ പ്രൈസിന് വില കുറവായത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു എമൗണ്ട് ബാഗിൽ സൂക്ഷിച്ചാൽ മാത്രം നമുക്കിവിടെ പേ ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ ഇന്ന് നടത്തിയ പർച്ചേസ് മാത്രം അറൗണ്ട് 2 lakhs അടുത്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ.